ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശരത് സാർ, ഇത് ശരത് സാറിന് അമൃത ടിവിയിലേക്ക് വന്ന ഒരു കത്താണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ വായിക്കട്ടെ അഡ്രസ്. ഫ്രം മനു മഞ്ജിത്ത്, ലിറിസിസ്റ്റ്. ഓക്കെ, നമ്മുടെ മനുച്ചേട്ടൻ അയച്ച കത്താണ് ടു ശരത് സാർ, അമൃത ടിവി, വൈറ്റില. വായിക്കട്ടെ? യെസ്. മനുച്ചേട്ടൻ എഴുതിയേക്കുന്ന ഈ പാട്ട് അമ്മയെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പല്ലവി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ. ഒരു കണ്ണിൽ ആകാശം, മറു കണ്ണിൽ അലയാഴി, എനിക്കായി കരുതുമെൻ ആലംബമേ, ആനന്ദമേ അമ്മേ. അതിലുദിക്കും സൂര്യനായി ഞാൻ, അതിലുറങ്ങും തിങ്കളായി ഞാൻ, തുടരുന്നു വാഴ്വിന്റെ വഴിയാത്ര. ഓക്കെ, നല്ല ലിറിക്സ് ആണ്. അതെ, കാരണം ഇത് അമ്മയെന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ മാതാ അമൃതാനന്ദമയി അമ്മയാകാം, അതെ, ശരത്തിന്റെ അമ്മയാകാം, എന്റെ അമ്മയാകാം, മഞ്ജരിയുടെ അമ്മയാകാം, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി അണ്ണാ ചെയ്യും. തീർച്ചയായിട്ടും അങ്ങോട്ട് സ്പ്രിന്റ്. അപ്പൊ അതിനു മുന്നേ താങ്ക്സ് ടു മനുച്ചേട്ടൻ. അമ്മ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ് അല്ലേ? അപ്പൊ അമ്മയെ കുറിച്ച് തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികൾ എഴുതി അയച്ചതിന് താങ്ക് യു സോ മച്ച് മനുച്ചേട്ടാ. അപ്പൊ ശരത് സാർ, അങ്ങനെ ഇതാ ശരത് സാറെ ലൈവായിട്ട് കമ്പോസ് ചെയ്യാൻ പോവാണ്. ഹാർമോണിയം റെഡി, ലിറിക്സ് റെഡി, ഞാനും റെഡി. റെഡി, ഞങ്ങളും റെഡി. റെഡി. ഓക്കെ. ഉണ്ണി തം 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 പം തം പം തം പം 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 തം പം പം പം. ഇത് വായിച്ചു, ജീവിതകാലം മുഴുവൻ അത് വായിച്ചു. ഓക്കെ, ഒരു മതി. അതാ അവിടെ റിതമിഷൻ അത് വെച്ചോ. റെഡിയാണ്. നീ ഒരു പ്ലം പ്ലം ഒരു ഫിഫ്ത്ത് ഇട്ടോടാ, സായും പായും. തം പം തം പം തം 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 തം. നിനക്ക് സമാധാനം ഞാൻ തന്നത്. ഓക്കെ, പാച്ചു. എല്ലാവരും കൂടെ 1 2 3 1 2 3. ആ രജിത്തെ മതി മതി. ഇനി ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. പരിക്കും സാർ, സമയം എടുത്ത് നോക്കിക്കോ സാർ. എം ജി അണ്ണ, മഞ്ജരി, ഞാനിത് പാടുമ്പോ അത് ഇതിനൊരു രണ്ടു മൂന്ന് എനിക്ക് എന്തൊക്കെ തോന്നുന്നു അത് ഞാനൊന്ന് പാടാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരണം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരണം. നിങ്ങളായിപ്പോ ഡയറക്ടർ. ഡയറക്ടർ ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാൻ ഡയറക്ടർ, ഇത് പ്രൊഡ്യൂസർ. ഓഹോ, ഇതാണോ പ്രൊഡ്യൂസർ? നമസ്കാരം. அந்த பயம் இருக்கட்டும். റെഡി? 1 2 3 1 2 3. ഒരു കണ്ണിലാകാശം, മറുകണ്ണിലലയാഴി, എനിക്കായി കരുതുമെന്നാനന്ദമേ, ആലംബമേ അമ്മേ. തുടക്കം അതിന്റെ ഒരു ഹംസധ്വനി ആയിക്കോട്ടെ. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിപ്രായം പറയാമല്ലോ. പറയണ നിങ്ങളും ഉണ്ടായിരുന്നാ മതി കേട്ടോ. നിങ്ങൾ പൈസ മാത്രം പറയുമ്പോ പൈസ മാത്രം. എത്ര വയലിൻസ് വേണം ചോദിക്കാനിരിക്കുവായിരുന്നു ഞാനേ ഡയറക്ടർ സാറിനോട്. സാറിന് ഇഷ്ടപ്പെട്ടോ ട്യൂൺ? അത് ഞാൻ പറയാം. ഇതിപ്പോ ഹംസധ്വനി ബേസ് ആയിട്ടാണ്, പക്ഷെ ഇത് കൊള്ളാം. എന്നാലും ഒരു ബെറ്റർ സോങ് ഇതിനെക്കാട്ടില്. ഈ വരികൾക്ക് അനുയോജ്യമായിട്ട് എന്തെങ്കിലും വേറൊന്നും പിടിക്കാൻ പറ്റുമോ? ഇപ്പൊ പിടിക്കാം. ഒരു മിനിറ്റ്. ശരി, പിടി. അതൊക്കെ ഓക്കെ അല്ലേ? പാട്ട് ഒരു കണ്ണിലാകാശം, മറു കണ്ണിലലയാഴി. അതെ, എന്റെ സങ്കല്പത്തിലുള്ള ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഒരു കണ്ണിലാകാശം, മറു കണ്ണിലലയാഴി, എനിക്കായി കരുതുമെന്നാലംബമേ, ആനന്ദമേ അമ്മേ.
ആ അത് കൊള്ളാം. ഇത് ഓക്കെ ആണോ സാർ? ഇതാണ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു സുഖമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൈസ മുടക്കാം. അല്ല, പൈസ കൊടുക്കാം. ഇങ്ങോട്ട് വരാമോ? ഓ അങ്ങനെ എന്നാ നമുക്ക് ഒന്ന് നോക്കാം. ഒരു കണ്ണീലാകാശം, ഒരു കണ്ണീലാകാശം, മറു കണ്ണീലയാഴി. Yeah, let's start. 3, 4. കണ്ണീലാകാശം, മറു കണ്ണീലയാഴി. ഒരു കണ്ണീലാകാശം, മറു കണ്ണീലയാഴി. എനിക്കായി കരുതുമെന്നാലംബമേ, ആനന്ദമേ, അമ്മേ. അതിലുദിക്കും സൂര്യനായി ഞാൻ, അതിലുറങ്ങും തിങ്കളായി ഞാൻ, തുടരുന്നു വാഴ്വിൻ്റെ വഴിയാത്ര. ഒരു കണ്ണിലാകാശം, മറു കണ്ണിലയാഴി. ഒത്തുചേർന്ന് കേൾക്കുന്ന നാദമേ, അമ്മയെന്നോരോർമ്മ കൊണ്ട് കുഞ്ഞായി മാറിടാം. അകത്തുള്ള വിളക്കിൻ്റെ വെളിച്ചമല്ലേ ഞാനായി മാറിയ തപസിതല്ലേ
മനസ്സിതല്ലേ ഒരു കണ്ണിലാകാശം മറു കണ്ണിലലയാടി ഒരു കണ്ണിലാകാശം മറു കണ്ണിലലയായി എനിക്കായി കരുതുമെന്നാലംബമേ ആനന്ദമേ അമ്മേ അതിലുദിക്കും സൂര്യനായി ഞാൻ അതിലുറങ്ങും തിങ്കളായി ഞാൻ തുടരുന്നു വാഴ്വിൻ്റെ വഴിയാത്ര ഒരു കണ്ണിലാകാശം മറു കണ്ണിലലയായി ശരത് സർ, യെസ്, ബ്യൂട്ടിഫുൾ സോങ്. Thank you. ബ്യൂട്ടിഫുൾ. Thank you. ഭയങ്കര അടിപൊളിയായിട്ടാണ് സർ ആ ഒരു പാട്ട് കമ്പോസ് ചെയ്തത് ലൈവായിട്ട്. സർ അതെ. എങ്ങനെ സർ? അതൊക്കെ പറ്റും. ഇതെല്ലാ അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പാട്ട്. കുറേ സന്തോഷം. നല്ല ബ്യൂട്ടിഫുൾ സോങ്, അതുപോലെ തന്നെ രചനയും സംഗീതവും എല്ലാം കൊള്ളാം. ഇതിനുപരി ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അമൃത ടിവിക്ക് സ്വന്തമായിട്ട് ഒരു പാട്ട് അമ്മയെ കുറിച്ച്. തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ അത് കോമ്പറ്റീഷന് പാടുകയും ചെയ്യാം. അതെ. അത് മാത്രല്ല സർ, അമൃത ടി വി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അമൃതാനന്ദമയി അമ്മയാണ്. അതെ. അപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു 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 സ്പേസ് നമ്മുടെ മനസ്സിനകത്തുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരെന്ന് പറയുന്നതാണ് നമ്മുടെ ജീവശ്വാസം. അതെ. അപ്പം ഇങ്ങനെ ഒരു പാട്ട് അമൃത ടി വിയുടെ വേദിയിൽ വെച്ച് അമ്മ എന്ന് പറയുന്ന ഒരു ഗാനം, അതെ. അത് അതിന് ഞങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതെ. തീർച്ചയായിട്ടും അത് അതൊരു വലിയ അങ്ങനെ സംഭവമാണ്. മാത്രമല്ല ഈ അമൃത ടി വി എപ്പോഴും പുതുമയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കുന്നത്. കാരണം എപ്പോഴും ഫസ്റ്റ് എന്ന് പറയുന്ന അമൃതയിലായിരിക്കും ഏതെങ്കിലും നോവൽറ്റി ആയിട്ടുള്ള കാര്യം വരുന്നത്. പിന്നെ അത് ബാക്കിയുള്ള ചാനൽ പിന്തുടരുകയാണ് പതിവ്. സോ എന്തുകൊണ്ടും അമൃത ടി വിയാണ് എല്ലാ സബ്ജക്റ്റിന്റെയും തലൈവൻ. അതെ. തുടക്കം ഇവിടെ നിന്നാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ പ്രേക്ഷകർക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഭാഗ്യാണ് ലൈവായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യാ. അത് സാറും മഞ്ജരി ചേച്ചിയും പാടി കേൾക്കാൻ. ഞാൻ പറയട്ടെ, എനിക്ക് ശരത് സാറിന്റെ പാട്ടുകൾ പാടുന്ന സമയത്ത് സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് സാറ് ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ പാടണം, ഒരു ടെൻഷനും ഇല്ലാത്തൊരു റെക്കോർഡിംഗ് ആണ് സാറിൻ്റെത്. കാരണം പാടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റ് ഉണ്ട്. ഇപ്പം ഇതായാലും ഇപ്പൊ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. അത് നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടാണ് അദ്ദേഹം ആ പാട്ടിന് ഓരോ സംഗതികളായാലും. പക്ഷെ സത്യം പറഞ്ഞാൽ സാറിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനാണ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. അതെ, താങ്ക് യു.